അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേര് കടക്കെണിയിൽപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്നുണ്ടവരല്ലേ? ഇത് മാത്രം ചൊല്ലിയാൽ മതി, ഉറപ്പ് കടം വീടാനുള്ള ഒരു മാർഗം. ഇത്ര ഉറപ്പോടെ പറയുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കടം ഈ ദുആ കൊണ്ട് വീടിക്കിട്ടും. അനുഭവസ്ഥരിൽ നിന്നുമുള്ള വീഡിയോയാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര കടമുണ്ടെങ്കിലും ഈ ദുആ മുടങ്ങാതെ ചൊല്ലി വരുന്നവർക്ക് കടം വീടാനുള്ള മാർഗം അള്ളാഹു തുറന്നു തരുന്നതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചൊല്ലാൻ ശ്രമിക്കുക. അശുദ്ധി സമയത്ത് സ്ത്രീകൾക്ക് ഈ ദുആ ചൊല്ലാവുന്നതാണ്. ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് ചൊല്ലാം, മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്കും ഇത് ചൊല്ലാവുന്നതാണ്. അലി റളിയല്ലാഹുവിനെ തൊട്ട് റിപ്പോർട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലിയെ, ചില വാചകങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. ആ വാചകങ്ങൾ ജുമാ ദിവസം 70 തവണയും ശേഷം വരുന്ന എല്ലാ ദിവസങ്ങളിൽ നിസ്കാരങ്ങൾക്ക് ശേഷം 7 തവണയും ചൊല്ലുക. ഉഹുദ് പർവ്വതത്തിന് സമാനമായ കടമുണ്ടെങ്കിലും എല്ലാം അള്ളാഹു നിങ്ങൾക്ക് വീട്ടിത്തരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഅ്നിനി ബിഫളലിക അമ്മൻ സിവാക്. ഇതാണ് നമ്മുടെ ദുആയുടെ രൂപം. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഅ്നിനി ബിഫളലിക അമ്മൻ സിവാക്. ഇതിന്റെ അറബി ഭാഷ അറിയാത്തവർക്കാണ് മലയാളത്തിൽ നമ്മൾ താഴെ കൊടുത്തിട്ടുള്ളത്. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക. അല്ലാഹുവേ, നിഷിദ്ധമാക്കിയതിൽ നിന്ന് നീ അനുവദിച്ചുകൊണ്ട് എന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരണമേ എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. അനിനി ബിഫളിക അമ്മൻ സിവാക്. നിന്റെ ഔദാര്യം കൊണ്ട് നീ അല്ലാത്തവരിൽ നിന്ന് നിരാശ്രയത്വം നൽകണേ അല്ലാഹ്. അതാണ് രണ്ടാമത്തെ വാചകത്തിന്റെ അർത്ഥം. ശ്രദ്ധിക്കുക, ഈ ദുആ വെള്ളിയാഴ്ചയായാൽ ജുമയ്ക്ക് ശേഷം 70 തവണ ചൊല്ലുക. പിന്നെ വരുന്ന ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം 7 തവണയും ചൊല്ലുക. അങ്ങനെയാണ് ചൊല്ലേണ്ടത്. ശേഷം അടുത്ത വെള്ളിയാഴ്ചയായാൽ ജുമയ്ക്ക് ശേഷം 70 തവണ ചൊല്ലുക. ശേഷം സാധാരണ നിസ്കാരങ്ങൾക്ക് ശേഷം 7 തവണയും ചൊല്ലുക. ഇങ്ങനെയാണ് വെള്ളിയാഴ്ച ദിവസത്തെ ദുആ ആയിട്ടുള്ളതിനെ കണക്കാക്കുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും കടങ്ങൾ വീട്ടി തരാൻ തൗഫീഖ് നൽകട്ടെ. ഹൈറായ മാർഗങ്ങൾ അള്ളാഹു തുറന്നു തരട്ടെ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.